യോഗി ഭരിക്കുന്ന ഉത്തർപ്രദേശിലെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഉത്തർപ്രദേശ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ്, ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം. ഏതാണ്ട് 24 കോടിയിൽ പരം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനേക്കാൾ കൂടുതൽ ജനസംഖ്യയുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും യു പിയിലായിരിക്കണം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സർക്കാർ ജീവനക്കാരുള്ളത്, വലിയ സംസ്ഥാനമായതുകൊണ്ട്. അപ്പോൾ നമ്മുടെ സമീപ ദിവസങ്ങളിലെ ഈ PSC വിവാദവുമായി ബന്ധപ്പെട്ട് ഞാൻ യു പിയിലെ PSC സംവിധാനത്തെക്കുറിച്ചൊന്ന് നോക്കി. യു പിയിലെ പബ്ലിക് സർവീസ് കമ്മീഷനിൽ 5 പേരാണുള്ളത്. കേരളത്തിൽ 21 പേരുണ്ട്. 21 പേര്, 3.5 കോടി അല്ലെങ്കിൽ 4 കോടി ജനങ്ങളുള്ളപ്പോൾ 21 പേര്. ഉത്തർപ്രദേശിൽ 24 കോടിയുള്ളപ്പോൾ 5 പേരാണ് PSC അംഗങ്ങൾ. ഈ 5 പേരാണ് PSC വഴി സർക്കാർ നിയമനങ്ങൾ നടത്തുന്നത്. അവരുടെ ശമ്പളം 1 ലക്ഷം രൂപയാണ്. ഇനി ഞാൻ മറ്റൊരു വലിയ സംസ്ഥാനം, ഇന്ത്യയിലെ വ്യാവസായിക തലസ്ഥാനമായ ബോംബെ ഉള്ള മഹാരാഷ്ട്രയിൽ 12 കോടി 60 ലക്ഷം ആണ് ജനസംഖ്യ. PSC അംഗങ്ങളുടെ എണ്ണം 7 അവിടെയും ശമ്പളം 1 ലക്ഷം രൂപയാണ്. PSC ചെയർമാൻ ഉൾപ്പെടെയുള്ളവരുടെ ശമ്പളം 1 ലക്ഷം രൂപ. മറ്റൊന്ന് നമ്മുടെ തൊട്ടടുത്തുള്ള തമിഴ്നാടിൽ 7.5 കോടി ജനങ്ങളുണ്ട്. PSC അംഗങ്ങളുടെ എണ്ണം 7 1 ലക്ഷം രൂപയാണ് ചെയർമാൻ ഉൾപ്പെടെയുള്ളവരുടെ ശമ്പളം. ഇനി തൊട്ടടുത്തുള്ള മറ്റൊരു സംസ്ഥാനമായ കർണാടക 6 കോടി 11 ലക്ഷം ആളുകളുണ്ട്. 9 PSC അംഗങ്ങളുണ്ട്. 1 ലക്ഷം രൂപയാണ് ശമ്പളം. ഇവിടെ ഒന്നും PSC ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പെൻഷനുമില്ല. ഇപ്പോൾ കേരളത്തിൽ 3.5 കോടി അല്ലെങ്കിൽ 4 കോടി ജനങ്ങളുള്ള കേരളത്തിൽ 21 പേരാണ് PSC വഴി നിയമനം നടത്താനിരിക്കുന്നത്. PSC ചെയർമാന് 2,24,000 രൂപ മാസ ശമ്പളം ഉണ്ടായിരുന്നത് ഇപ്പോൾ 3,87,000 ആക്കി. അംഗങ്ങൾക്ക് 2,19,000 രൂപയുണ്ടായിരുന്നത് 3,80,000 ആക്കി. ചെയർമാനും അംഗവും തമ്മിൽ 7,000 രൂപയുടെ വ്യത്യാസം. ഇനി ഒരാൾ PSC അംഗമായിട്ട് 8 മാസം ഇരുന്നാൽ 80,000 രൂപ മാസം പെൻഷൻ കിട്ടും. നമ്മുടെ കേരളത്തിലെ PSCക്കാർ എത്ര ഭാരിച്ച പണിയാണ് ചെയ്യുന്നത് അല്ലേ? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇനി മറ്റൊന്നുകൂടെ പറയാനുണ്ട്. ഇത് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ പദവികൾ, ഇന്ത്യൻ പ്രസിഡന്റ് ശമ്പളം 5 ലക്ഷം രൂപയാണ്. വൈസ് പ്രസിഡന്റ് 4 ലക്ഷം രൂപയാണ്. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്ക് 2,80,000 രൂപയാണ്. അദ്ദേഹം ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും കേരളത്തിൽ വന്നിട്ട് 3,87,000 കിട്ടുന്ന PSC ചെയർമാൻ അയാൾ കൊള്ളാമെന്ന്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശമ്പളം 1,66,000 രൂപയാണ്. കേരള PSC ചെയർമാൻ്റെ പകുതി ശമ്പളമില്ല. കേരള PSC അംഗത്തിൻ്റെ പകുതി ശമ്പളവും ഇല്ല. എന്താണ് കേരള മുഖ്യമന്ത്രിയുടെ ശമ്പളം? കേരള മുഖ്യമന്ത്രിയുടെ ശമ്പളം 1 ലക്ഷത്തിന് അടുത്തേ ഉള്ളൂ. ഇവരെക്കാൾ കുറവല്ലേ? അതെ, കുറവാണ്. മുഖ്യമന്ത്രിയുടെ ശമ്പളം അവരുടെയൊക്കെ അപ്പോയിന്റിംഗ് അതോറിറ്റിയായ മുഖ്യമന്ത്രിക്ക് ഇവരെക്കാളും ശമ്പളം കുറവാണ്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യം, സാമാന്യ ബുദ്ധിക്ക് മുതലാളിയൊക്കെ കൂടുതൽ വരുമാനം തൊഴിലാളിക്കുണ്ട്. അപ്പോൾ കേരളത്തിലെ PSC അംഗങ്ങൾക്ക് എന്താണ് മാഷെ ഇത്ര ഭാരിച്ച പണി? 21 പേർ. പല PSC ലിസ്റ്റുകളും നിയമനം നടക്കുന്നില്ല, കെട്ടിക്കിടക്കുവാണ്, ലാപ്സായി. അല്ല, ഇവരെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കേരളത്തിലെ PSC എന്ന് പറയുന്നത് പിരിച്ചുവിടേണ്ടതാണ് എന്നതാണ്. കാരണം അവരൊന്നും പ്രത്യേകിച്ച് ചെയ്യുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നില്ല. കാരണം ലിസ്റ്റ് ഉണ്ടാക്കും, ആ ലിസ്റ്റ് ചിലപ്പോൾ ആരെയും നിയമിക്കില്ല. പിന്നെന്താ ഇവരുടെ ജോലി എന്ന് പറയുന്നൊരു വലിയ ക്വസ്റ്റ്യൻ ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. രണ്ടാമത്തെ പ്രശ്നം, കുറേ കാലങ്ങൾക്ക് മുമ്പാണ്, കുറേ കാലം എന്ന് പറഞ്ഞാൽ അധികകാലമല്ല, കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഒരു ആരോപണം ഉയർന്നു വന്നിരുന്നു. PSC അംഗമാകുന്നതിന് വേണ്ടി 1/2 കോടി രൂപ കൈക്കൂലി. അപ്പോൾ അവർക്ക് 1/2 കോടി രൂപ കൈക്കൂലി കൊടുത്ത് ഒരു പോസ്റ്റിലേക്ക് വരാൻ ശ്രമിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഉയർന്ന ശമ്പളം കിട്ടേണ്ടത് ആവശ്യമാണ്. 1 ലക്ഷം രൂപ ശമ്പളം കിട്ടിയാൽ ഈ 1/2 കോടി കൈക്കൂലി മുതലാവില്ല, കച്ചവടം നഷ്ടമാണ്. പക്ഷെ വേറെ കാര്യമുണ്ട്, ജീവിതകാലം മുഴുവൻ പെൻഷൻ കിട്ടും. ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് ഫാമിലി പെൻഷൻ കിട്ടും. 2 പേർക്കും അൺലിമിറ്റഡ് ചികിത്സ കിട്ടും. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. 50 ലക്ഷം രൂപ കൈവച്ചതൊന്നും ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇവരിങ്ങനെ പൈസ കൊടുക്കാനും പൈസ വാങ്ങിക്കാനും ഒക്കെ ഉള്ള സംവിധാനം. വാഹനം വേറെ, വീട് വേറെ, എല്ലാം അങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷേ